ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തിരുവോണത്തിൻ കോടിയുടുക്കാൻ തെരുവിൻ മക്കൾ കൊതിച്ചിരുന്നു, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തിയിടുവാൻ. വയറിൻ്റെ നാദം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്ക് ഓണക്കോടിയുമായി വാ. പക്ഷെ അതിനകത്തൊരു ചെറിയ സാധനം ചോദിക്കാനുള്ളത്, ഈ വാമനന്മാരെന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെയാണോ? ചെറുതായതുകൊണ്ടാണ് വാമനന്മാരായിട്ട് സങ്കല്പിച്ചത്. അവർ കുട്ടികളാണ്, വാമന ഇപ്പൊ വാമനന്മാരാ, പക്ഷെ അവർ വളരും. അപ്പൊ നമ്മൾ അതായത് അത് നിങ്ങൾ മറക്കരുത്. ഒരു കാലത്ത് നിങ്ങളുടെ തലയെ ചവിട്ടാൻ യോഗ്യരായി വളരും. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാ വാമനൻ യൂസ് ചെയ്തത്. വാമനൻ എന്താ ചെയ്ത്? ഏറ്റവും വലിയ ചക്രം തലയിൽ ചവിട്ടി. കണ്ടാ ചെറിയ രൂപം. അപ്പോൾ ഈ രൂപം കണ്ടിട്ട് നിങ്ങൾ അവരെ തള്ളരുത്, റൂട്ടിൽ തള്ളരുത്. അവരെന്ന് വളരെ നേരെ തലയിൽ ചവിട്ടെന്ന് പറയാൻ പറ്റും. അതിൽ കൂടുതൽ കമ്മ്യൂണിസമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ദർശനം ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. അതെന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ ഓണപ്പാട്ടുകൾ ധാരാളം കേൾക്കും. ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഓണപ്പാട്ടുകൾ. പക്ഷെ ഒരു ഓണപ്പാട്ടിൽ പോലും ഈ ദുഃഖിതരുടെ നമ്മൾ ആഘോഷമാണ്, ഉത്സവമല്ലേ. ഉത്സവത്തിന് ദുഃഖിതർക്ക് എന്താ സ്ഥാനം? ഓണ ഉത്സവം ആഘോഷം, മഹാബലി വരുന്നു, പിന്നെ ഇതാണ് ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ പൂക്കളങ്ങൾ, എവിടെയും സന്തോഷം മാത്രം, എവിടെയും ആഹ്ലാദം മാത്രം. പക്ഷെ അതിനിടയ്ക്ക് റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ഘടകമാണ്. ഞാൻ അങ്ങനെ സഹായിക്കാറുമുണ്ട് ഈ ഓണക്കാലത്തും, അതുപോലെ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ സമയത്ത്.